അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വ്രതമനുഷ്ഠിക്കുന്നത് നോമ്പ് ആത്മീയമായ നേട്ടങ്ങൾക്കപ്പുറം ശാരീരികവും മാനസികവുമായ നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നുണ്ടെന്ന് ആധുനിക ശാസ്ത്രം ഇന്ന് അംഗീകരിക്കുന്നുണ്ട്. തുടർച്ചയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദഹന പ്രക്രിയക്ക് വ്രതത്തിലൂടെ ഒരു വിശ്രമം ലഭിക്കുന്നു. ഇത് ആമാശയത്തിൻ്റെയും കുടലിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യുന്നു. ഭക്ഷണം ഒഴിവാക്കുമ്പോൾ ശരീരം ഊർജത്തിനായി ഉള്ളിലുള്ള കൊഴുപ്പ് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഈ പ്രക്രിയയിലൂടെ കൊഴുപ്പിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന വിഷാംശങ്ങളെ ശരീരം പുറന്തള്ളുന്നു. പ്രമേഹ നിയന്ത്രണം. ഇൻസുലിൻ പ്രതിരോധം കുറക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാനും നോമ്പ് സഹായിക്കും. ഇത് ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള സാധ്യത കുറക്കുന്നു. ഹൃദയാരോഗ്യം, രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡുകൾ എന്നിവ കുറക്കാൻ വ്രതം സഹായിക്കുന്നു. ഇത് ഹൃദയസ്തംഭനം പോലുള്ള രോഗങ്ങളെ തടയാൻ ഫലപ്രദമാണ്. ശരീരഭാരം കുറക്കുന്നു. കലോറി ഉപഭോഗം കുറക്കുന്നതിലൂടെ അമിതഭാരം വയറിലെ കൊഴുപ്പും കുറയാൻ വ്രതം സഹായിക്കുന്നു. മെറ്റാബോളിസം വർദ്ധിപ്പിക്കാനും ഇത് ഗുണകരമാണ്. തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. വ്രതം തലച്ചോറിലെ ന്യൂറോട്രോഫിക് ഫാക്ടറുകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. ഇത് ഓർമ്മശക്തി കൂട്ടാനും അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാനും സഹായിക്കും. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. പഴയതും കേടായതുമായ കോശങ്ങളെ നീക്കം ചെയ്ത് പുതിയ കോശങ്ങൾ നിർമ്മിക്കാൻ ശരീരം വ്രതത്തിലൂടെ ശ്രമിക്കുന്നു. ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ശ്രദ്ധിക്കുക: രോഗങ്ങളുള്ളവർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശപ്രകാരം മാത്രമേ ദീർഘനേരത്തെ വ്രതം എടുക്കാവൂ. അത്താഴം, ശുഹൂർ, പുലർച്ചെയുള്ള ഭക്ഷണം. പകൽ മുഴുവൻ വിശപ്പും ദാഹവും അനുഭവപ്പെടാതിരിക്കാൻ ഈ സമയത്ത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കണം. ഓട്സ് അല്ലെങ്കിൽ ഗോതമ്പ് വിഭവങ്ങൾ ഇവ പതുക്കെ മാത്രമേ ദഹിക്കൂ. അതിനാൽ കൂടുതൽ സമയം വിശക്കാതിരിക്കും. നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഉൾപ്പെടുത്തുക. മുട്ട അല്ലെങ്കിൽ പയർവർഗ്ഗങ്ങൾ പ്രോട്ടീൻ ലഭിക്കാൻ ഇത് സഹായിക്കും. ധാരാളം വെള്ളം. ചായയോ കാപ്പിയോ അമിതമായി കുടിക്കാതെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. കാപ്പി ദാഹം വർദ്ധിപ്പിക്കും. പെട്ടെന്ന് ഊർജം നൽകുന്ന ഭക്ഷണങ്ങളിലൂടെ വേണം നോമ്പ് തുറക്കാൻ. ഈന്തപ്പഴം പ്രകൃതിദത്തമായ പഞ്ചസാരയും നാരുകളും അടങ്ങിയതിനാൽ പെട്ടെന്ന് ഊർജം നൽകുന്നു. വെള്ളം, ജ്യൂസുകൾ, നാരങ്ങാ വെള്ളം, കരിക്കിൻ വെള്ളം എന്നിവ ശരീരത്തിലെ ജലാംശം വീണ്ടെടുക്കാൻ നല്ലതാണ്. കൃത്രിമ മധുരം ചേർത്ത പാനീയങ്ങൾ ഒഴിവാക്കുക. സൂപ്പ് ദഹന പ്രക്രിയ എളുപ്പമാക്കാൻ ചൂടുള്ള ഒരു സൂപ്പ് കുടിക്കുന്നത് നല്ലതാണ്. രാത്രി ഭക്ഷണം, ഡിന്നർ. ഗ്രിൽ ചെയ്ത മാംസം അല്ലെങ്കിൽ മീൻ, എണ്ണയിൽ പൊരിച്ചവർക്ക് പകരം ഇവ തിരഞ്ഞെടുക്കാം. സാലഡ്. ഭക്ഷണത്തോടൊപ്പം ധാരാളം പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. തൈര് ദഹനത്തിനും വയറിന്റെ അസ്വസ്ഥതകൾ മാറാനും തൈര് സഹായിക്കും. ഒഴിവാക്കേണ്ടവ: അമിതമായി എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ. ഇത് നെഞ്ചരിച്ചിലും ദഹനക്കേടിനും കാരണമാകും. ഉപ്പ് കൂട്ടിയ ഭക്ഷണങ്ങൾ. ഇത് പകൽ സമയത്ത് കൂടുതൽ ദാഹമുണ്ടാകും. പഞ്ചസാര അധികമുള്ള പലഹാരങ്ങൾ. ഇവ പെട്ടെന്ന് തളർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം: നോമ്പ് തുറന്നത് മുതൽ അത്താഴം വരെ ഇടയ്ക്കിടെ വെള്ളം കുടിച്ച് ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നോമ്പ് വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന ആത്മീയവും ശാരീരികവുമായ നേട്ടങ്ങളെക്കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം. 1. പാപമോചനം. നോമ്പിന്റെ ഏറ്റവും വലിയ പ്രതിഫലമായി റസൂൽ പറഞ്ഞത് പാപമോചനമാണ്. ആരെങ്കിലും വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ അവന്റെ മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടും. 2. നരകത്തിൽ നിന്നുമുള്ള പരിച. യുദ്ധത്തിൽ പരിച ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നതുപോലെ നോമ്പ് ഒരാളെ നരകാഗ്നിയിൽ നിന്നും തിന്മകളിൽ നിന്നും സംരക്ഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 3.
സ്വർഗത്തിലേക്കുള്ള പ്രത്യേക കവാടം തയ്യാർ. സ്വർഗത്തിൽ തയ്യാർ എന്ന പേരുള്ള ഒരു കവാടമുണ്ട്. ഇതിലൂടെ നോമ്പുകാർക്ക് മാത്രമായിരിക്കും പ്രവേശനം. അവർക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കവാടം അടക്കപ്പെടും. 4. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നു. നോമ്പുകാരൻ നോമ്പു തുറക്കുന്ന സമയത്ത് നടത്തുന്ന പ്രാർത്ഥനകൾ അള്ളാഹു തള്ളിക്കളയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 5. 2 സന്തോഷങ്ങൾ. നോമ്പുകാരന് 2 സന്തോഷങ്ങളാണുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. 1. നോമ്പു തുറക്കുന്ന സമയത്തെ സന്തോഷം. 2. പരലോകത്ത് തൻ്റെ നാഥനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. 6. ആരോഗ്യപരമായ നേട്ടങ്ങൾ. നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കും എന്ന് അർത്ഥം വരുന്ന വചനങ്ങൾ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശരീരം ശുദ്ധീകരിക്കാനും മനസ്സിനെ നിയന്ത്രിക്കാനും നോമ്പ് സഹായിക്കുന്നു. 7. സ്വഭാവ ശുദ്ധീകരണം. ഭക്ഷണം ഉപേക്ഷിക്കുക എന്നത് മാത്രമല്ല നോമ്പ്. മോശം വാക്കുകൾ പറയുന്നതും ദേഷ്യപ്പെടുന്നതും നോമ്പുകാരൻ ഒഴിവാക്കണം. ആരെങ്കിലും വഴക്കിന് വന്നാൽ പോലും ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് ഒഴിയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരിക്കുന്നത്. ആത്മീയവും ശാരീരികവുമായ നേട്ടങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ശാസ്ത്രം പറയുന്ന നോമ്പ് നോറ്റാലുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങൾ. ഓട്ടോഫജി കോശങ്ങളിലെ കേടുവന്ന ഭാഗങ്ങൾ ശരീരം തന്നെ സ്വയം നീക്കം ചെയ്യുന്ന പ്രക്രിയയാണിത്. ഇത് പ്രായമാക്കൽ പ്രക്രിയയെ സാവധാനത്തിലാക്കുന്നു. പ്രതിരോധശേഷി. ശരീരത്തിലെ പഴയ വെളുത്ത രക്താണുക്കൾ നീക്കം ചെയ്യപ്പെടുകയും പുതിയവ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നതിലൂടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. ശ്രദ്ധിക്കുക, നോമ്പ് തുറക്കുമ്പോൾ അമിതമായി എണ്ണമയമുള്ളതും മധുരമുള്ളതുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കിയാൽ മാത്രമേ ഈ ഗുണങ്ങൾ പൂർണ്ണമായി ലഭിക്കൂ. നോമ്പിൻ്റെ മഹത്വത്തെയും പ്രതിഫലത്തെയും കുറിച്ച് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രധാന ചില ഹദീസുകൾ പറഞ്ഞുതരാം. അള്ളാഹു നൽകുന്ന പ്രത്യേക പ്രതിഫലം. നോമ്പ് മറ്റു ആരാധനകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് അള്ളാഹു പറയുന്നതായി പ്രവാചകൻ പഠിപ്പിച്ചു. മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളും അവനുള്ളതാണ്, എന്നാൽ നോമ്പ് എനിക്കുള്ളതാണ്. ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. സ്വർഗത്തിലെ തയ്യാർ കവാടം. നോമ്പുകാർക്ക് മാത്രമായി സ്വർഗത്തിൽ ഒരു പ്രത്യേക പ്രവേശന കവാടമുണ്ട്. സ്വർഗത്തിൽ തയ്യാർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വാതിലുണ്ട്. അന്ത്യദിനത്തിൽ നോമ്പുകാർ അതിലൂടെ പ്രവേശിക്കും. അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വാതിൽ അടക്കപ്പെടും. നോമ്പുകാരൻ്റെ വായയിലെ ഗന്ധം. ഭൗതികമായി നോമ്പുകാരൻ്റെ വായക്ക് ഗന്ധമുണ്ടായിരിക്കുമെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് വലിയ സ്ഥാനമുണ്ട്. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. നോമ്പുകാരൻ്റെ വായയിലെ ഗന്ധം അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയുടെ സുഗന്ധത്തേക്കാൾ ഉത്തമമാണ്. 2 സന്തോഷങ്ങൾ. നോമ്പ് നോൽക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന 2 സന്ദർഭങ്ങളെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു. നോമ്പ് തുറക്കുന്ന സമയത്തെ സന്തോഷം. പരലോകത്ത് തൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. സംസാരത്തിലും പെരുമാറ്റത്തിലും സൂക്ഷ്മത. നോമ്പ് കേവലം പട്ടിണിയല്ലെന്ന് പ്രവാചകൻ ഉണർത്തുന്നു. ആരെങ്കിലും വ്യാജ സംസാരവും പ്രവൃത്തിയും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കണമെന്നത് അള്ളാഹുവിന് ആവശ്യമില്ല. നോമ്പ് ഒരു പരിചയാണ്. നോമ്പുകാരനായാൽ അശ്ലീലം പറയുകയോ ബഹളം വെക്കുകയോ ചെയ്യരുത്. ഇത്രയൊക്കെയാണ് നോമ്പിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. വീണ്ടും ഇൻഫർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.